ഹായ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലീനിയർ മോഷനെ കുറിച്ചായിരുന്നു അല്ലേ? നമ്മൾ അവിടെ എത്തുന്നത് ഏതായിരുന്നു ഫിക്റ്റീഷ്യസ് ഫോഴ്സാണ് ഡിസ്കസ് ചെയ്തത്. സോ ലീനിയർ മോഷനിൽ ഉണ്ടാകുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ മോഷൻ തന്നെയായിരുന്നു. ഏതായിരുന്നു? മോഷൻ ഇൻ എ ലിഫ്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ലിഫ്റ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഫ്ലോറിൽ നിന്ന് താഴേക്ക്, ടോപ്പ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് അവിടെ ഒരു ആ വെയിറ്റിൻ്റെ മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുള്ളത്. പക്ഷേ അവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൈനസ് എം ഇൻറ്റു ജി പ്ലസ് എ നോട്ടും അതുപോലെ മൈനസ് എം ഇൻറ്റു ജി മൈനസ് എ നോട്ടും ആയിരുന്നു നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സലറേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഇത് ഫീൽ ആവണമെങ്കിൽ എന്തുണ്ടാവണം? ആക്സലറേഷൻ ഉണ്ടാവണം. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഫീൽ ആവുള്ളൂ. ആക്സലറേഷൻ ഇല്ലെങ്കിലോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഉണ്ടാവില്ല, ആക്സലറേഷൻ സീറോ ആയി കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടേം ഇവിടെ പരിഗണിക്കാൻ പറ്റില്ല. സോ ഈ ടേം ഇവിടെ കിട്ടിയില്ലെങ്കിൽ മൈനസ് എം ജി ആയിരിക്കും രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിത് ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ലിഫ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേ മൂവ് ചെയ്യുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഈ പറയുന്ന ഒരു എഫക്റ്റ്, വെയിറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ടിങ് ടൈമിലായിരിക്കണം. അതായത് ലിഫ്റ്റിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ മുകളിലേക്ക് പോകുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. പിന്നീട് നമുക്കത് അറിയാൻ കഴിയില്ല, കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആവും. അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്തും ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കത് ഫീൽ ചെയ്യും. പിന്നീട് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ അത് നമുക്ക് ആ ചെറിയൊരു ടൈം പീരീഡിൽ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റി ചേഞ്ച് ആവണം, ആക്സലറേറ്റഡ് ആവണം ആ ലിഫ്റ്റ്. സാധാരണ രീതിയിൽ നമ്മൾ ആക്സലറേറ്റഡ് ലിഫ്റ്റിലല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി വളരെ പതുക്കെയാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലീനിയർ മോഷനെ കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സർക്കുലർ മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ സർക്കുലർ മോഷൻ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേമുകളാണ്, ഒന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സും ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഞാനിവിടെ ഒരു സിനിമാറ്റിക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. ഈ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. സോ ഈ ടേബിളിൻ്റെ ആക്സിസ് ആണിത്. സോ നമ്മൾ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഈ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിൽ ടേബിൾ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, വിത്ത് ഒമേഗ വെലോസിറ്റിയിൽ. സോ ഈ ടേബിളിൻ്റെ മുകളിൽ നമ്മളൊരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. ഈ പാർട്ടിക്കിൾ ഇതാ ഇവിടെ ഒരു പാർട്ടിക്കിൾ കാണാം. ഈ പാർട്ടിക്കിൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? റൊട്ടേറ്റ് ചെയ്യും അല്ലേ? പക്ഷെ അതും ഈ പറയുന്ന റൊട്ടേറ്റഡ് ടേബിൾ ആയതുകൊണ്ട് അതിൻ്റെ അതേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ വെലോസിറ്റി ഒമേഗ ആയതുകൊണ്ട് നമുക്ക് ഈ പാർട്ടിക്കിളിനോ ടേബിളിനോ ആക്സലറേഷൻ ഇല്ല, ആക്സലറേറ്റഡ് അല്ല, ബട്ട് ഇൻ റൊട്ടേഷൻ മോഷൻ. അപ്പോൾ ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ സമയത്ത് ഈ പറയുന്ന പാർട്ടിക്കിളിന് ഈ സെൻറ്റർ ഓഫ് ആക്സിസിലേക്ക്, ഈ പറയുന്ന ടേബിളിൻ്റെ സെൻട്രൽ പോയിന്റിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന് നമ്മൾ മൈനസ് എം ഒമേഗ സ്ക്വയർ ആർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതെന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. എപ്പോഴാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ആവുന്നത്? ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഉണ്ടാകുന്ന ഒബ്ജക്റ്റ് ആ റൊട്ടേഷൻ്റെ ആക്സിസ്, സെൻറ്റർ ഓഫ് ആക്സിസിലേക്ക്, ആ റൊട്ടേഷണൽ ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ആ റൊട്ടേഷണൽ ആക്സിസിലേക്ക് എന്ത് ചെയ്യും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അതിനുണ്ടാവും. സോ ടുവേർഡ് ദ സെൻറ്റർ ഓഫ് ദ ആക്സിസ് നമ്മൾ ആ ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ഒരു ഫോഴ്സ് ആ ടുവേർഡ് ദ സെൻറ്ററിലേക്ക് നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. സോ എഫ് ഡാഷ് ഇസിക്കൽ എഫ് മൈനസ് എം എ നോട്ട്. ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കാണാൻ പോവുകയാണ്. സോ എഫ് എന്ന് പറയുന്ന ആക്ച്വൽ ഫോഴ്സ് ആണ്, മൈനസ് എം എ നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. സോ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ ഞാൻ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. സോ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ പാർട്ടിക്കിൾ ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദ ഫ്രെയിം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ എഫ് ഡാഷ് ഇസിക്കൽ ടു എഫ് പ്ലസ് എഫ് ഡാഷ് എന്ന് പറയുന്നു. ഇവിടെ ആക്ച്വൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ആക്ച്വൽ ഫോഴ്സ്. സോ ആക്ച്വൽ ഫോഴ്സിന്റെ വാല്യൂ മൈനസ് എം ഒമേഗ സ്ക്വയർ ആർ ആണ്. എം എന്ന് പറയുന്നത് ഈ മാസിന്റെ ഒബ്ജക്റ്റ് ആണ്, ഈ ഒബ്ജക്റ്റിന്റെ മാസ് ആണ് എം എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അതായത് ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും ഈ ഒബ്ജക്റ്റിന്റെ സെൻറ്ററിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആക്ച്വൽ ഫോഴ്സ് മൈനസ് എം ഒമേഗ സ്ക്വയർ ആർ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഇത് നമ്മളൊരു കണ്ടീഷൻ എടുക്കുകയാണ്. ഈ എഫ് ഡാഷ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. അതായത് ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ പാർട്ടിക്കിൾ ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. സോ എഫ് ഡാഷ് 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ ആയിട്ട് മാറും അല്ലേ? ഈ എഫ് ഡാഷിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, അതായത് എം ഒമേഗ സ്ക്വയർ ആർ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. എങ്ങനെ?
ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണെങ്കിൽ അവിടെ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സിനാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇനി നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. സോ എഫ് ഡാഷ് ഈക്വൽ ടു -m⍵²r പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈക്വൽ ടു m⍵². സോ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എഫ് ഡാഷ് ഈക്വൽ ടു -m⍵² പ്ലസ് m⍵²r എന്ന് വരുന്നു. സോ ഇത് രണ്ടും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ആണ്. സോ എഫ് ഡാഷ് എന്തായി മാറും? 0 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ആക്സിസിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സും, എന്നാൽ ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് away from the center of the axisലേക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആക്ട് ചെയ്യും. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ് ദ സെന്റർ ആണെങ്കിൽ സെൻട്രിഫ്യൂഗലിൻ്റെത് ഓപ്പോസിറ്റ് ആണ്, away from the center ആണ്. സോ ഈ സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റൽ ഫോഴ്സും കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ.